പഞ്ചാബിൽ നിന്ന് ഒരു സുപ്രധാനമായിട്ടുള്ള റിപ്പോർട്ട് പുറത്തു വരികയാണ്. ജയിലിൽ കിടക്കുന്ന പഞ്ചാബിലെ MP ആയിട്ടുള്ള ബഹാദൂർ സിംഗ് MP ആയിട്ടുള്ള അമൃത്പാൽ സിംഗ് സന്ധു എന്ന് പറയുന്ന ഒരു വ്യക്തി. ഈ അമൃത്പാൽ സിംഗ് സന്ധു എന്ന് പറയുന്നത് ഒരു മതമൗലികവാദിയാണ്, ഒരു ഖലിസ്ഥാനിവാദിയാണ്. അതേസമയം പഞ്ചാബിൽ നിന്ന് ഇയാൾ ജയിച്ച് MP ആയി മാറിയിട്ടുണ്ട്. അതിനുശേഷം തിരിച്ച് ഇയാൾ ജയിലിൽ തന്നെയാണ് കിടക്കുന്നത്. അവിടെ കിടന്നുകൊണ്ടാണ് ഇയാളുടെ മണ്ഡലത്തിലെ ഓരോ കാര്യങ്ങളും ഏകോപിപ്പിക്കുന്നത്. 1993 ജനുവരി 17 ഇയാൾ ജനിച്ചത്. ഇന്ത്യൻ ഖലിസ്ഥാനി നേതാവും സ്വയം പ്രഖ്യാപിത സിഖ് മതപ്രഭാഷകനുമാണ് ഇയാൾ. പോരാത്തതിന് ഒരു ദശാബ്ദത്തോളം ഇയാൾ ദുബായിലായിരുന്നു താമസിച്ചിരുന്നത്. 2022 സെപ്റ്റംബറിൽ പഞ്ചാബിലേക്ക് മടങ്ങി വന്ന ഇയാൾ ഇവിടെ വലിയ രീതിയിൽ യുവാക്കളെ മതമൗലികവാദികളാവാനായി പ്രേരിപ്പിക്കുന്നു, ഖലിസ്ഥാനിവാദം ഉയർത്തിയിരുന്നു. ഇയാൾ സിഖ് മതം യുവാക്കളിൽ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമം നടത്തുകയും ഇത് പരമ്പരാഗത മതമാണെന്നും പരമ്പരാഗത സിഖ് രാഷ്ട്രത്തിന് വേണ്ടി നിങ്ങൾ വാദിക്കണം എന്ന് പറയുകയും ചെയ്തു. ഇതാണ് ഖലിസ്ഥാൻ വാദം എന്ന് പറയുന്നത്. ഇന്ത്യയെ തകർക്കാൻ ശ്രമിക്കുന്ന തീവ്രവാദ ഗ്രൂപ്പുകളുമായി ഇയാൾ വലിയ രീതിയിൽ ചങ്ങാത്തം കൂടാൻ ശ്രമിച്ചു. ഇന്ത്യയെ വിഭജിച്ച് ഖലിസ്ഥാൻ സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ സിഖുകാരോടും ഒന്നിക്കാൻ ഇയാൾ പറഞ്ഞു. ഇയാൾ അവരോടുകൂടെ വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുവെന്ന് ഇന്ത്യൻ സർവീസ് ഇന്റലിജൻസ് അവർ കണ്ടെത്തിയിട്ടുണ്ട്. ഇന്റലിജൻസ് വൃത്തങ്ങൾ അങ്ങനെ അവകാശപ്പെടുന്നുണ്ട്. എന്തായാലും ഇയാൾ അനന്തപൂർ ഖൽസ ഫൗജ് എന്ന പേരിൽ ഒരു സ്വകാര്യ ആർമി തന്നെ രൂപീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതാണ് ഈ അമൃത്പാൽ സിംഗിന്റെ ഒരു ചരിത്രം അല്ലെങ്കിൽ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത്. ഇപ്പോൾ പഞ്ചാബിൽ നിന്ന് വരുന്ന റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമൃത്പാൽ സിംഗ് ജയിലിൽ കിടന്നുകൊണ്ട് ഒരു പാർട്ടി രൂപീകരിക്കുകയാണ്. ഒരു ഖലിസ്ഥാനി പാർട്ടിയാണ് ഇയാൾ രൂപീകരിക്കുന്നത്. പോരാത്തതിന് ഇയാൾ അതിൻ്റെ ലോഞ്ച് റാലിയെല്ലാം നടത്തി കഴിഞ്ഞു. അവിടെ ഇയാൾ രൂപീകരിക്കുന്ന പാർട്ടിയുടെ പേര് വാരിസ് ദേ പഞ്ചാബ് എന്നാണ്. ഈ വാരിസ് ദേ പഞ്ചാബ് എന്ന് പറയുന്ന പാർട്ടി രൂപീകരിച്ചതോടുകൂടി കേന്ദ്രം അലർട്ടായി. കേന്ദ്രം NIA അടക്കമുള്ളവർ കൃത്യമായി ഈ പാർട്ടിയിലെ എല്ലാവരെയും നിരീക്ഷിച്ചു വരികയാണ്. ഒരുപക്ഷെ പഞ്ചാബിലേക്ക് പെട്ടെന്നൊരു ഓപ്പറേഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ പറയുന്നു. ഈ അകാലിദൾ ബാദൾ എന്ന് പറയുന്ന ഒരു പാർട്ടിയുണ്ട്. ഈ പാർട്ടിയിൽ നിന്നും പിളർന്ന് ധാരാളം പാർട്ടികൾ എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഈ പാർട്ടിയുടെ അടിത്തറ ഒരിക്കലും ചോർത്തിക്കളയാൻ വേറെ ഒരു പാർട്ടിക്കും, അതായത് ഇതിൽ നിന്ന് ഉണ്ടായ വേറെ ഒരു പാർട്ടിക്കും സാധിച്ചിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. എന്നാൽ ഇപ്പോൾ ഈ വാരിസ് ദേ പഞ്ചാബ് എന്ന് പറയുന്ന പാർട്ടി ഉണ്ടായപ്പോൾ ഇതിൻ്റെ അടിത്തറ ചോർന്നു പോകുമോ എന്നൊരു ഭയം ഈ പാർട്ടിയിലുള്ള ആൾക്കാർക്കുണ്ട്. പോരാത്തതിന് മുതിർന്ന ആൾക്കാരും ഇങ്ങനെ തന്നെയാണ് പറയുന്നത്. ഒരു തീവ്ര നേതാക്കളുടെ പാർട്ടിയാണ് ഈ വാരിസ് ദേ പഞ്ചാബ് എന്നാണ് മാധ്യമങ്ങൾ അവകാശപ്പെടുന്നത്. പോരാത്തതിന് ഇപ്പോൾ പഞ്ചാബിലെ ഖലിസ്ഥാനിവാദികളും കാനഡയിലുള്ള ഖലിസ്ഥാനിവാദികളും എന്തായാലും സന്തോഷത്തിലാണ്. അവർ പറയുന്നത് ചൊവ്വാഴ്ച പഞ്ചാബിൻ്റെ രാഷ്ട്രീയ രംഗത്ത് പുതിയൊരു താരം ഉയർന്നു എന്നാണ്. എന്തായാലും ഈ പാർട്ടിയുടെ ലോഞ്ചിങ്ങിൻ്റെ റാലിയിൽ അവിടെ അമൃത്പാൽ സിംഗിൻ്റെ ഒരു പ്രസ്താവന വായിക്കുകയുണ്ടായി. സംഘടനയുടെ രൂപീകരണം അകാലി രാഷ്ട്രീയത്തിൻ്റെ പുനരുജ്ജീവനത്തിലേക്കുള്ള ആദ്യ പടിയാണ് എന്നുള്ള ഒരു സന്ദേശമാണ് ഇയാൾ കൊടുത്തത്. ദേശീയ സുരക്ഷാ നിയമപ്രകാരം, അതായത് NSA പ്രകാരം കേസെടുത്ത അമൃത്പാൽ ഇപ്പോൾ അസ്സാമിലെ ദിബ്രുഗഡിലുള്ള ജയിലിലാണ് കിടക്കുന്നത്, സെൻട്രൽ ജയിലിലാണ്. പാർട്ടിയുടെ പേര് പ്രഖ്യാപിക്കുമ്പോൾ ഇയാളുടെ പിതാവ് തർജൻ സിംഗ് അവിടെ ഉണ്ടായിരുന്നു. മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ ഘാതകരിൽ ഒരാളുടെ മകനും ഫരീദ് കോട്ട് MPയുമായിട്ടുള്ള സരജ് സിംഗ് ഖൽസയും വേദിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് വേറൊരു റിപ്പോർട്ടാണ്. എന്ത് തന്നെയായിരുന്നാലും ഈ വാരിസ് ദേ പഞ്ചാബ് എന്ന് പറയുന്ന പാർട്ടി വരുമ്പോൾ പഞ്ചാബിലുള്ള മറ്റ് പാർട്ടികൾ ആശങ്കയിലാണ്. ഇത് കേന്ദ്ര സർക്കാരിന് ഒരു ഗോൾഡൻ ചാൻസ് ആണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ പറയുന്നത്. കാരണം പഞ്ചാബിൽ കേന്ദ്ര സർക്കാരിന് ഒരു ഓപ്പറേഷൻ നടത്താനായി വലിയ രീതിയിൽ ഇതുവഴി സാധിക്കുമെന്ന് പറയുന്നു. കാരണം ഖലിസ്ഥാൻവാദികളൊക്കെ ശക്തിപ്പെടുകയാണ്. ഈ ഖലിസ്ഥാൻവാദികളെ തീർത്ത് കളയാനുള്ള ഒരു കൃത്യമായിട്ടുള്ളൊരു അവസരമാണ് ഇപ്പോൾ കൈവന്നിരിക്കുന്നതെന്നാണ് പറയുന്നത്. നമുക്കറിയാം പഞ്ചാബിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പോലും തടഞ്ഞ ഒരു പശ്ചാത്തലം സംസ്ഥാനത്തിനുണ്ട്. BJP അവിടെ സഖ്യകക്ഷിയായി അകാലിദളിനോടൊപ്പം ഭരിച്ചിരുന്നു. എന്നാൽ കർഷക നിയമത്തിൻ്റെ ഒരു പ്രക്ഷോഭം ഉണ്ടായപ്പോൾ BJP സഖ്യം പിന്നീട് അവിടെ കോൺഗ്രസ് അധികാരത്തിൽ വന്നു. അതിനുശേഷം ഇപ്പോൾ ആം ആദ്മി പാർട്ടിയാണ് അവിടെ അധികാരത്തിൽ ഇരിക്കുന്നത്. ഈ അവസരം ഒരു കൃത്യമായ അവസരമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് രാഷ്ട്രീയ നിരീക്ഷകർ BJPയുടെ ഈ അമൃത്പാൽ സിംഗിൻ്റെ ഈ പാർട്ടി രൂപീകരണവും BJPയുടെ ഈ NIAയുടെ നിരീക്ഷണവും എല്ലാം ചേർത്ത് അവർ വിലയിരുത്തുന്നത് പഞ്ചാബിൽ ഉടനെ തന്നെ വലിയ രീതിയിലുള്ള ഒരു NIA ഓപ്പറേഷൻ ഉണ്ടാകാൻ സാധ്യതയും അവർ തള്ളിക്കളയുന്നില്ല. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.